ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു വലിയ ലോകത്തിൻ്റെ ഒരു ഷിഫ്റ്റ് ഒരു ഭാഗത്തുണ്ട്. എന്നാൽ ഇസ്ലാം ആണെങ്കിൽ ഒരു വലിയൊരു ട്രാപ്പിൽ പെട്ടിട്ട് ഈ പറഞ്ഞ സർക്കിൾ എന്നുള്ളൊരവസ്ഥയിലേക്ക് അതിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഒരു സെക്യുലർ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ, എന്നാലും ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് നിഷേധിക്കാൻ കഴിയാത്ത നമ്മുടെ രീതികളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലീജിയസ് വിശ്വാസമല്ല, അതിൻ്റെയൊക്കെ രീതികളിൽ നിന്ന് വരുന്ന ആൾ എന്നുള്ള രീതിയിൽ അത്തരം ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കുക എന്നുള്ളത് കുറച്ചും കൂടി ശ്രമകരമായ ഒരു സംഗതിയാണ് ഇന്ത്യയിൽ ഇപ്പോൾ. ഈ ഒരു ഭാഗത്തുണ്ട് ഈ പറഞ്ഞ സംഗതികൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. കൂടുതൽ ഇസ്ലാമോഫോബിക്കാവുന്ന ഒരു ജനസമൂഹം അത് ഇന്ത്യയിലും പുറത്തും. ഇപ്പുറത്താണെങ്കിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഇസ്ലാമിൻ്റെ വളർച്ചയും. ഇസ്ലാം തന്നെ സ്വയം ഒരു ട്രാപ്പിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു 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 ഫിലോസഫിക്കലായ ഒരു തരം അനിശ്ചിതത്വം ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അനുഭവിക്കുന്നുണ്ടോ? എനിക്ക് വേണം നമ്മൾ ആർട്ട് ഹിസ്റ്ററിയിൽ നമുക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാലത്തും ഈ എൻട്രാപ്മെൻറ്റിനെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം ഇത് കലാലോകം ആദ്യമായിട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥയൊന്നുമല്ല. അത് എല്ലാ കാലത്തും കല അതിൻ്റെ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് ഇത്തരം ഇതിനേക്കാളും ക്രൂരമായിട്ടുള്ള അവസ്ഥകൾ സർവൈവ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു മാധ്യമമാണ് കല എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പലപ്പോഴും ഈ വർക്ക് ചെയ്യാനുള്ള പ്രേരകമാകുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഈ നമ്മൾ ഇന്നനുഭവിക്കുന്ന ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ വളരെ വികൃതമായിട്ടുള്ള കമ്മ്യൂണലൈസേഷൻ, അതിനെ നമ്മൾ തരണം ചെയ്യാൻ ശ്രമിക്കുന്നത് എപ്പോഴും നമ്മൾ ഈ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്ന ഹിസ്റ്ററിയെ നമ്മൾ റീകറക്റ്റ് ചെയ്ത് ഇതല്ല ഇത് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ പലരും ഇപ്പോൾ നിരന്തരം റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് എഴുതപ്പെടുന്ന പുസ്തകങ്ങളായാലും കലയായാലും അപ്പോൾ ആ ഒരു സൈറ്റിലേക്ക് നമുക്ക് എപ്പോഴും പോകാം. പിന്നെ ഈ നമ്മൾ ഒരു കലാകാരൻ എന്നുള്ളത് എൻ്റെ അടുത്ത് പലരും ചോദിക്കാറ് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ചില വർക്കുകളൊക്കെ കണ്ടിട്ട് നീ എന്തിനാണ് നിന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നതെന്ന് പോലും ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. നീ അത്തരം ഡിസ്കോഴ്സിലേക്ക് എന്തിനാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്? ചില വർക്കുകൾ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലവർ എന്നോട് ഇത് കാണിക്കരുതെന്ന് പറയാറുണ്ട്. സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇത് ഇപ്പോൾ ഞാൻ ആ റബ്ബറിലൊക്കെ ചെയ്ത ലയൺ ക്യാപിറ്റൽ പില്ലർ വർക്കുകളുണ്ട്, അതൊക്കെ കാണിച്ചപ്പോൾ വളരെ സീനിയറായിട്ട് പൊളിറ്റിക്കലി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ യു ആർ പുട്ടിങ് യുവർ സെൽഫ് ഇൻ ടു ട്രബിൾ, ബി വെരി കെയർഫുൾ, വി ആർ നോട്ട് ലിവിങ് ഇൻ ദ സെയിം ടൈം ആസ് വി മൈറ്റ് നോട്ട് ബി ഏബിൾ ടു ഹെൽപ്പ് യു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സാധനമുണ്ട്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് പിടിച്ചൊരു സ്ഥലത്താണ് നിങ്ങൾ കാലത്താണ് ജീവിക്കുന്നത്, സൂക്ഷിക്കണമെന്ന്. പക്ഷേ ഞാൻ ഇതേ ചോദ്യം എൻ്റെ അടുത്ത് പലരും ആദ്യം ചോദിക്കാറുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ബുദ്ധിമുട്ടാണല്ലേ ഒരു കലാകാരനായിട്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്നത്. ഞാൻ എൻ്റെ സ്റ്റുഡൻസുകളോടൊക്കെ ഞാൻ പറയാറുള്ളത് വെച്ചാൽ എല്ലാ കാലത്തും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടപ്പിറപ്പായിരിക്കും ഈ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്കൊരു ഭാഷ, ഇപ്പോൾ ഒരു കലാകാരൻ നിങ്ങൾക്കിപ്പോൾ തയ്യബ് മേത്തയെ പോലെ നിങ്ങൾക്ക് വരയ്ക്കാം, പിന്നെ നമുക്ക് സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് ഇത് വരയ്ക്കാം, നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാം, സാമൂഹികമായിട്ട് ഇടപെടാം, രാഷ്ട്രീയ അവസ്ഥകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങൾക്കത് കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് വരച്ചുകൊണ്ടിരിക്കാം. നിങ്ങൾ ആ ശൈലി രൂപീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഹുസൈൻ വരച്ച പോലെ ഹുസൈൻ എവിടെയും പോയി വരയ്ക്കായിരുന്നു. ഹുസൈൻ സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ടായിരുന്നില്ല. യാത്ര ചെയ്ത ഒരു ജിപ്സിയെ പോലെ ഇപ്പോൾ ഇന്ത്യൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു ട്രഡീഷൻ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമായിരുന്നു. സ്വന്തം ഐഡൻറ്റിറ്റി പോലും അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് പോലും ആൾ സബ്മിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ വേറൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് എടുക്കേണ്ട വന്ന അവസ്ഥ ഉണ്ടായപ്പോഴും ആൾക്ക് കലയോടുണ്ടായിരുന്ന കമ്മിറ്റ്മെൻറ്റിൽ ഒരു അംശം പോലും കുറഞ്ഞിട്ടില്ല. ഹി വാസ് ഡൂയിങ് അന്ന് ചെയ്തിരുന്നത് ഖത്തർ രാജ്ഞിക്ക് വേണ്ടി ചെയ്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. അത് ആൾ ചെയ്തത് അറബ് കൾച്ചറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളുടെയൊക്കെ ഒരു പെർസെപ്ഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദിലീപ് മേനോനൊക്കെ പറയുന്ന പോലെ ഒരു ഇന്ത്യയിലെ ജനങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ 1947 ശേഷം ഉണ്ടായ ഒരു മതമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പിടിച്ച മതം. അതൊരു പ്രത്യേക മതത്തെ ടാഗ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇതേപോലെ ഇത്തരം ഈ വിശ്വാസങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അറബ് സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പെട്ടെന്നൊരു റിലീജിയനിൽ ടാഗ് ചെയ്യും. അതല്ല എന്ന് വിശ്വസിച്ചുണ്ടായിരുന്ന ഒരു കലാകാരനാണ് ഹുസൈൻ. അപ്പോൾ ഹുസൈൻ പണ്ടർപൂറിൽ നിന്ന് വരുന്നു,
തുക്കാറാമിൻ്റെ ട്രഡീഷൻ ഫോളോ ചെയ്യുന്നു, ഒരു ജിപ്സി ആയിട്ട് ഇന്ത്യൻ മിത്തോളജിയെ കുറിച്ചിട്ട് വരയ്ക്കുന്നു, സെലിബ്രേറ്റഡ് ആകുന്നു. എന്നിട്ട് അവസാനം അത്തരം ഒരു സെക്യുലർ ഐഡൻറ്റിറ്റി നിലനിർത്തിയിരുന്ന വളരെ ഡിസ്കോസീവായിട്ട്, പിന്നെ പല ഒരു സമയത്തും ഹുസൈൻ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും അത്തരം ഒരു ഐഡൻറ്റിറ്റി നിലനിർത്തിയിരുന്ന ഒരു ആർട്ടിസ്റ്റ് പുറത്തു പോകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സ്വയം കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഹുസൈൻ ഒരു സമയത്ത് വീട്ടിലിരുന്നിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. അതല്ല അദ്ദേഹം ചെയ്തിരുന്നത്. അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് എൻഗേജ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾ ഇടപെടുന്ന ഭാഷയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. എനിക്കിത് തന്നെയാണ് ഇത്തരം അവസ്ഥകളിൽ നിങ്ങൾക്ക് നിങ്ങളെ വീണ്ടും 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 ഒരു ഡിസ്കേഴ്സീവ് സൈറ്റിലേക്ക് നിങ്ങളെ പുഷ് ചെയ്തിടാൻ പറ്റും. എന്നിട്ട് അതിപ്പോൾ അത് ഏത് വ്യക്തി ആയിക്കോട്ടെ, ഏത് പ്രസ്ഥാനമായിക്കോട്ടെ, നിങ്ങൾക്ക് അവരായിട്ട് ഇടപെടണം, സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് എൻഗേജ് ചെയ്ത് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു കൺവെർസേഷനിൽ ഇടപെടുക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളെ തന്നെ നിങ്ങൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള സൈറ്റിലേക്ക് നിങ്ങൾ പുഷ് ചെയ്യും. അപ്പോൾ അത് ഭയങ്കര എൻഗേജിങ്, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ പല ഘട്ടത്തിലും ഞാൻ ചില വർക്കുകൾ ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഞാനിപ്പോൾ ഫെയ്ത്ത് അക്കംപ്ലി ഷോ ചെയ്തതിന് ശേഷം എനിക്ക് ആദ്യം ഉണ്ടായ സുഹൃത്തുക്കളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു ക്രിട്ടിക്ക് എന്ന് പറയുന്നത്, ഞാൻ ആ ഷോയിൽ ആർഗ്യൂ ചെയ്തത് നമ്മളുടെ ഒരു അപ്ബ്രിങ്ങിങ്ങിൽ നമ്മൾ എല്ലാ മതങ്ങളും ഒരുപോലെ, അല്ലെങ്കിൽ നമ്മളുടെ ഫെസ്റ്റിവൽ ട്രഡീഷൻ്റെ ഹിസ്റ്ററികൾ എടുത്താലും, അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന സമൂഹങ്ങളുടെ സ്വഭാവങ്ങൾ എടുത്താലും, ലോക്കൽ കൾച്ചറുകൾ എടുത്താലും, ഹിസ്റ്ററി ഫെസ്റ്റിവൽ നമ്മൾ ഒരുമിച്ച്, അപ്പോൾ ഇത് നമ്മുടെ വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അത് എൻ്റെ ഈ ഫെയ്ത്ത് അക്കംപ്ലി ഷോയിൽ റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ആ ഫെയ്ത്ത് അക്കംപ്ലി ചെയ്യുന്നത് 2004 അതിലൊരു പ്രഡിക്കമെൻറ്റോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഈ മതം നമ്മളെ, ഇപ്പോൾ കേരളത്തിൽ തന്നെ എനിക്ക് അന്ന് ഞാൻ ആ ഷോ ചെയ്യുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും ഞാൻ പല സുഹൃത്തുക്കളോടും പറഞ്ഞത്, കേരളം സെക്യുലർ ആയിരിക്കാം, നമ്മൾ ഒരുമിച്ച് വളരെ എല്ലാവരെയും ഒരു കൂട്ടി ജീവിക്കുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിലും കേരളത്തിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് മതം തന്നെയാണ്. അത് ഞാൻ ആർഗ്യൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് ഒരു സിംബോളിസായിട്ട് നമ്മുടെ വർക്കിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സൈറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരു ലെഫ്റ്റ് ലീനിയൻ പൊളിറ്റിക്സിനൊക്കെ കൂടുതൽ നമ്മളെ ബാധിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ തന്നെ വളരെ സാമ്പത്തിക ഭദ്രതയുള്ള മതസ്ഥാപനങ്ങൾ തന്നെയാണ്. അത് ഞാൻ എൻ്റെ വർക്കിൽ അന്ന് അപ്പോൾ പക്ഷേ പലരും അന്ന് ബോംബെയിലുള്ള ചില സുഹൃത്തുക്കളോ ഇവൻ്റെ വർക്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഭയങ്കര റിലീജിയൻ, അപ്പോൾ അതിനെനിക്ക് കൗണ്ടർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ ഫാദേഴ്സ് ബാൽക്കണി എന്ന് പറയുന്ന വേറൊരു അന്ന് ഒരു റൂമിക്ക് ഒരു ട്രിബ്യൂട്ട് കൂടിയായിട്ട് ചെയ്യുന്ന വർക്കാണ്. ആ ഒരു ബാൽക്കണി ഉണ്ടാക്കുന്നത്. ആ ബാൽക്കണിയിൽ നിന്ന് നമ്മൾ നോക്കിക്കണ്ട വേറൊരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് ഞാൻ പറഞ്ഞത് 2005 ശേഷം ഞാൻ എക്സ്പ്ലോർ ചെയ്തിരുന്ന നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിൻ്റെ എക്സ്റ്റൻഷനുകളായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട അത് ഹിസ്റ്ററിയിൽ നമ്മൾക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമ്മളുടെ മിഡിൽ ഈസ്റ്റേൺ റിലേഷൻഷിപ്പുകൾ, അല്ലെങ്കിൽ നമ്മുടെ ട്രേഡ് റിലേഷൻഷിപ്പുകൾ, നമ്മൾ ഇടപെട്ടിരുന്ന രാജ്യങ്ങൾ, സംസ്കാരങ്ങൾ, ഇന്ത്യൻ ഓഷ്യൻ ട്രഡീഷൻസ്, മാരിടൈം ട്രഡീഷൻ, ആ ഒരു സൈറ്റിലൂടെ നമ്മൾ എൻഗേജ് ചെയ്തിരുന്ന പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല, എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലം ഇറാനായിരുന്നു. അവിടുത്തെ സംസ്കാരത്തിൽ ഇപ്പോൾ ഇറാൻ എൻ്റെ വർക്കിൽ വെനസ് ബിനാലെ. പക്ഷേ ആ വർക്ക് വന്നതിന് ശേഷം അന്നത്തെ ഹൗസ് ഓഫ് കൾച്ചേഴ്സിൻ്റെ ഡയറക്ടറായിരുന്ന ബെർലിനിലെ ഷഹീൻ മിറാലി എന്ന് പറയുന്ന ഒരു ആർട്ട് ഹിസ്റ്റോറിയൻ ക്രിറ്റിക്, ആൾ പിന്നീട് ഇന്ത്യയിലെ ബോധി ആർട്ടിൻ്റെ ഡയറക്ടറൊക്കെ ആവുന്നുണ്ട്. ആൾ എന്നോട് പറഞ്ഞൊരു ഉപദേശം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം ആൾ എന്നോട് ഒരിക്കൽ ചോദിച്ചിരുന്നു, ഏത് സ്ഥലത്താണ് നിനക്ക് നിൻ്റെ വർക്കുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർക്ക് വെച്ചിട്ട് ഏത് സ്ഥലത്താണ് നിനക്ക് ഏറ്റവും കൂടുതൽ വർക്കുകൾ ഡിസ്പ്ലേ ചെയ്യാൻ താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഒന്ന് ന്യൂയോർക്ക്, അത് ഒരു കോസ്മോപൊളിറ്റൻ ലിബറൽ ഒരു ജനം ഒരു സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഒരു സ്ഥലം, വേറൊരു രീതിയിലുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. പിന്നെ കേരളം എന്നാണ് ഞാൻ പറയുന്നത്. അന്നിപ്പോൾ വേറെ നമ്മളിപ്പോൾ ആഘോഷിക്കുന്ന ഇപ്പോൾ ബിനാലെ പ്രോജക്റ്റുകളൊന്നുമില്ല. അപ്പോൾ ആൾ എന്നെ കൗണ്ടർ ചെയ്യുന്നുണ്ട്. ആൾ പറയുന്നത് അതവിടെ നിൽക്കട്ടെ, പക്ഷേ നീ ഒരു സ്റ്റെപ്പ് എടുക്കണം നിൻ്റെ കരിയറിൽ. ഇറാനിലൊരു ആസാദ് എന്ന് പറയുന്ന ടെഹ്റാനിലൊരു ഗാലറി ഉണ്ട്, അണ്ടർഗ്രൗണ്ടാണ്. അവർ ഭയങ്കര ലിബറലായിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്യുന്നവരാണ്, എനിക്ക് അവരെ അറിയാം. ഞാൻ നിൻ്റെ ഷോ ക്യൂറേറ്റ് ചെയ്യാം.
നീ അവിടെ സോളോ ഷോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ സോളോ ഷോ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ നമ്മൾ ആ സൈറ്റ് ആക്സെപ്റ്റ് ചെയ്യണം, ആ ഒരു ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ വലിയ അതും ചെയ്യുന്നത് അന്ന് അവിടെ നിലനിന്നിരുന്ന ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റിനെ കൗണ്ടർ ചെയ്യുന്ന. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട വർക്കായിരുന്നു ഈ ഫ്രീഗ്രൻസ് ഓഫ് ഫ്യൂണറൽ എന്ന് പറഞ്ഞിട്ട്. കാരണം 35 വർഷമായിട്ട് അണ്ടർ സാങ്ഷൻ ഇരിക്കുന്ന ഒരു സമൂഹം അവരുടെ ആ ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ, ആർട്ട്, സംസ്കാരം, സിനിമ, അതിനെ വേറെ രീതിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് ഒരു 15 ദിവസത്തെ യാത്രയും ചെയ്യുന്നുണ്ട് ഞാനവിടെ. അപ്പോൾ അപ്പം നമ്മൾ ആ ഒരു ആദ്യത്തിൻ്റെ ചോദ്യത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ യു ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. അപ്പോൾ അതാണ് പറയുന്നത്, നമുക്ക് നമ്മളെ തന്നെ വീണ്ടും 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 അത് ചില സമയത്ത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു ഫിസിക്കാലിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ഒരു എഴുത്തുകാരൻ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തതിന് ശേഷം അനുഭവിക്കുന്ന അതേ പ്രശ്നങ്ങൾ തന്നെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു സംഭവം ഫിസിക്കലി പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ അനുഭവിക്കും. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സിബിറ്റ് ചെയ്യാം. ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, കാരണം ഇതിൻ്റെ ഫിസിക്കാലിറ്റിയാണ്. അതിൻ്റെ ഒരു ഫിസിക്കാലിറ്റിയെ കുറിച്ചിട്ട് ഞാൻ പലരും സംസാരിക്കുമ്പോൾ അതൊരു അവർക്കൊരു വിഷയമല്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സ്കൾപ്ചറുകളൊക്കെ ചെയ്യുന്ന ഒരു കക്ഷി എന്നുള്ള രീതിയിൽ അതിൻ്റെ ഫിസിക്കാലിറ്റി തന്നെ നിങ്ങൾ ആദ്യം പറഞ്ഞ ഈ റിസ്ക് ഫാക്ടറിൽ ഒരു വലിയൊരു എംബോഡിമെൻ്റാണ്. അതിൻ്റെ വലിപ്പം ഉണ്ടാക്കാനുള്ള ചിലവ്, പണം, സമയം, അതുപോലെ തന്നെ അത് മൊബിലൈസ് ചെയ്യാനുള്ള, അത് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊരു വർക്ക് ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ തന്നെ ഒരു വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് യു ടേക്കിങ് ഇൻ. അപ്പോൾ അത് മാനേജ് ചെയ്ത് അവസാനം നമ്മളൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ അവനവനെ തന്നെ മാനേജ് ചെയ്യുന്നത് തന്നെ നമ്മുടെ മൈൻഡിനെ മാനേജ് ചെയ്യുന്നത്, നമ്മുടെ ക്രിയേറ്റീവ് പ്രോസസ്സിനെ മാനേജ് ചെയ്യുന്നത്, നമ്മുടെ സ്കില്ലിനെ നാവിഗേറ്റ് ചെയ്യുന്നത്, എല്ലാം ഭയങ്കര ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് സൈറ്റ്സ്. അതിപ്പം പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്പേസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിപ്പത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിലൊരു ക്യാൻവാസ് ഉപയോഗിക്കാം, പലതരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള രീതികളിൽ ചെയ്യുന്നുണ്ട് റിയാസ് കോമു. അത് ചിലപ്പോൾ വീഡിയോഗ്രാഫി ഉപയോഗിക്കുന്നുണ്ട്, ഫോട്ടോഗ്രാഫി ഉപയോഗിക്കുന്നുണ്ട്, എച്ചിങ് ഉപയോഗിക്കുന്നുണ്ട്, കാർവിങ്, വുഡ് അല്ലെങ്കിൽ സെറാമിക്, പലതരത്തിലുള്ള മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് അതും ഈ പറഞ്ഞ റിസ്കിൻ്റെ ഒരു സംഭവം അവിടെ കിടക്കുന്നുണ്ടല്ലോ ഈ വർക്കിൽ ഉള്ള. അതെങ്ങനെയാണ് അത് സെലക്ട് ചെയ്യുന്നത്, എങ്ങനെയാണത്? ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഈ എൻ്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന വുഡുമായിട്ടുള്ള മരമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് തീപ്പെട്ടി കമ്പനി. എൻ്റെ ഫാദറിന് തീപ്പെട്ടി കമ്പനി ഉണ്ടായിരുന്നു. അന്ന് ഈ കാളവണ്ടിയിലൊക്കെ ഈ റബ്ബർ മരം വരും, അത് പീൽ ചെയ്യും, അത് ഉണക്കും, ഈ തുണി ഉണക്കാനായിട്ടുള്ള പോലെ വലിയ ഫാക്ടറി ആയിരുന്നു. അതിൻ്റെ പിന്നെ മാർക്കിങ് ചെയ്യും, കട്ടിങ് ചെയ്യും, അതുപോലെ കൊള്ളി, ഇതൊക്കെ നമ്മൾ ഈ പ്രോസസ്സുകൾ ചിലപ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ മനസ്സിൽ കയറിയിട്ടുണ്ടായിരിക്കാം. അന്നൊന്നും ആർട്ടിനോട് കമ്പമില്ല, പക്ഷേ എനിക്ക് ടെക്സ്റ്റൈലിനോട് അന്നും കമ്പം ഉണ്ടായിരുന്നു. പിന്നീട് സംഭവിക്കുന്ന ഒരു വലിയൊരു ഞാൻ ജെയിലേക്ക് പഠിക്കാൻ പോകുന്നു, മെല്ലെ ഞാൻ ഷോ ചെയ്തു തുടങ്ങുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പെരുമനം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കേരളത്തിൻ്റെ വാർധ എന്നറിയപ്പെട്ടിരുന്ന ഗാന്ധിയുടെ ആ ഒരു പ്രത്യേകിച്ച് ഈ ഗ്രാമോദ്ധാരണ പദ്ധതികൾ നടക്കുന്ന സമയത്തുണ്ടായ ഗാന്ധി വിസിറ്റ് ചെയ്തൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെ അതിൻ്റെ റിഫ്ലക്ഷൻ്റെ ഭാഗമായിട്ട് ക്രാഫ്റ്റ് ട്രഡീഷൻ, ഇപ്പോൾ കൈത്തറി, കരകൗശലം, അതുപോലെ അതിൻ്റെ ഒരു റിവൈവൽ സംഭവിക്കുന്നുണ്ട്. അത് അവരുടെ എക്കോണമിയെ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ തീപ്പെട്ടി കമ്പനിയും അത്തരം സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എനിക്ക് ഈ വുഡ് കാർവിങ് പഠിക്കണമെന്നും വുഡ് കാർവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യണമെന്നും ചില ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യണമെന്നും ക്രാഫ്റ്റ് കക്ഷികളുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് ഞാൻ അവിടെ ലോക്കലി അറിയപ്പെടുന്ന ആദ്യം വിജയേട്ടൻ എന്ന് പറഞ്ഞ ഒരു കക്ഷിയുണ്ട്. ആന ഉണ്ടാക്കുന്ന കക്ഷികളാണ്. ഒരു ആന ഉണ്ടാക്കും, പിന്നെ പള്ളികൾക്ക് വേണ്ടിയിട്ടുള്ള രൂപങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ അവരുടെ അന്ന് എൻ്റെ ഫാദറിൻ്റെ കമ്പനിയുടെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന അതിൽ നിന്നും വരച്ചെടുത്തിട്ടുള്ള രൂപക്കൂടുകളും സംഭവങ്ങളും ക്രിസ്ത്യൻ ഇമേജറികൾ വെച്ചിട്ട് മാജിക് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ഒരു സീരീസ് ഫെയ്ത്ത് അക്കംബ്ലിയിൽ അതിൻ്റെ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന പടിഞ്ഞാട്ടൂറി എന്ന് പറയുന്ന ഈ സ്ഥലത്താണ്. പിന്നീട് ഞാൻ രാജു സാർ എന്ന് പറയുന്ന ഒരു കക്ഷിയെ പരിചയപ്പെടുന്നു. ഞാൻ ആളും കൊലാബറേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ബോംബെയിലെ ഗ്രാൻഡ് ഹയാത്തിൽ രാജീവ് സേത്തി ചെയ്ത വലിയൊരു പ്രോജക്റ്റ് ഉണ്ട്, ബോംബെയുടെ കൾച്ചറൽ ഹിസ്റ്ററി, റിലീജിയസ് ഹിസ്റ്ററി, സിംബോളിസങ്ങളൊക്കെ വെച്ചുകൊണ്ട് മാക്സിമം സിറ്റി പ്രോജക്റ്റൊക്കെ ചെയ്തു. അപ്പോൾ അതിൽ ബോളിവുഡ് എൻ്റെ ടോപ്പിക്കായിരുന്നു. അപ്പോൾ
ഞാൻ ആ ബോളിവുഡിൽ ആ വലിയൊരു വർക്കാണ്, ഒരു സ്ത്രീ രൂപം, ഞാനും രാജു സാറും കൂടി ഒരുമിച്ച് ഞങ്ങളുടെ കൊലാബറേറ്റീവ് പ്രൊജക്റ്റായിട്ട് തന്നെയാണ് അവിടെ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം സമ്പ്രദായങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ മരത്തിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട്, ഞങ്ങളുടെ ഫാമിലി കാർപ്പൻറ്റേഴ്സിൻ്റെ മകനുണ്ട്, വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് പണിക്കൊക്കെ വന്നിരുന്ന ഒരു ആശാനുണ്ട്, ആളുടെ മകൻ, ആളുടെ ജ്യേഷ്ഠനും വന്നിരുന്നു വീട്ടിലൊക്കെ പണിക്ക്, ശ്രീനിയേട്ടൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊരു ദിവസം ബോംബെയിൽ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ബെല്ലടിക്കുന്നു. വാല് തുറന്ന് നോക്കുമ്പോൾ ധനഞ്ജയൻ എൻ്റെ മുമ്പിൽ സഞ്ചിയൊക്കെ പിടിച്ച് നിൽക്കുന്നു. ഞാനിങ്ങോട്ട് പോന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നാട് വിട്ടതാണ്. പിന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് 22 വർഷമായി എൻ്റെ കൂടെയാണ്. അപ്പം അവൻ്റെ വരവ് എൻ്റെ വർക്കിനെ മാറ്റിയിട്ടുണ്ട്. കാരണം അവൻ പെരുന്തച്ഛനാണ്, ഭയങ്കര സ്കില്ലും കണക്കും കാര്യങ്ങളും. അവൻ്റെ ശില്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വരയ്ക്കുന്ന അവൻ മാറ്റും ചില സമയത്ത്. അവൻ പറഞ്ഞത് കണക്ക് ശരിയല്ല എന്നൊക്കെ പറയും. അപ്പോൾ അവന് ഞാൻ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ അത് അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വർക്കിൽ ഒരു വലിയ രീതിയിലുള്ളൊരു പ്രോസസ്സായിട്ട് വരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ടാണ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ അവിടെ നിൽക്കുന്നതും. പിന്നീട് വർക്കുകളുടെ ഫാദേഴ്സ് ബാൽക്കണിയൊക്കെ ചെയ്യുന്നത് അവനാണ്. വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള സ്പേസിൽ ഇരുന്നിട്ട് പിന്നെ ആ വർക്ക് എക്സിബിറ്റ് ചെയ്യപ്പെടുന്ന ഭയങ്കര ഓപ്പൺ സ്പേസുകളിലൊക്കെ, ബീച്ചിലൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്, സാൻട്രോപ്പിയിലൊക്കെ. അതുപോലെ തന്നെ ആംസ്റ്റർഡാമിൽ ആർട്ട് സൂതിൽ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ പബ്ലിക് ആർട്ട് പ്രോജക്റ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഈ വർക്ക് ഭയങ്കര. അപ്പോൾ പിന്നീട് ഞാൻ ഈ കാർവിങ് സംഭവങ്ങൾ ചേർപ്പിൽ ചെയ്തിരുന്നത് സ്വയം ചെയ്യുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ 3 പേരെ ഞാൻ വീണ്ടും ചൊവ്വൂര്, തൃശ്ശൂർ, പിന്നെ വല്ലച്ചിറ ഭാഗത്തു നിന്ന് വീണ്ടും വരെ 3 പേര് വരുന്നുണ്ട്. പിന്നെ സ്റ്റുഡിയോ ഇങ്ങനെ വലുതാകാണ്. ഇങ്ങനെ 10-16ഓളം പേര് നാട്ടിൽ നിന്നും ബീഹാറിൽ നിന്നും അതുപോലെ തന്നെ UP നിന്ന്. അപ്പോൾ ഈ ട്രഡീഷൻ, ഈ പ്രോസസ്സ് ഉണ്ടല്ലോ, അപ്പം അതിന് ചില സമയത്ത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കല പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചൊരു വലിയൊരു കലാകാരൻ്റെ വർക്ക് കണ്ടിട്ട് നമ്മൾ ഇൻസ്പയർ ആവുന്നതിനേക്കാളും അപ്പുറത്ത് ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ വരികയാണ്. ഒരു വലിയ ട്രഡീഷനും ഭയങ്കര എന്താ പറയുക, ഈ വാസ്തു ട്രഡീഷനുകളൊക്കെ കൊണ്ട്. അപ്പോൾ അവൻ എൻ്റെ വർക്കിനെ, ഇപ്പോൾ ധനഞ്ജയൻ എൻ്റെ വർക്കിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ കാർവിങ് ട്രഡീഷൻസ് പിന്നെ വർക്കിൽ വരുന്നത്. അപ്പോൾ ഐ തിങ്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനത് പല സമയത്തും ഇങ്ങനെ എക്സിബിഷനുകൾ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു പ്രസൻസ് കൃത്യമായി, ഇപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കൾക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനൊരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്ന, അത്തരം സമ്പ്രദായങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അത്തരം. അല്ല, എന്നാലും നമ്മൾ മറ്റൊരു മീഡിയയിലേക്ക് പോകുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കുറച്ചും കൂടി ഇപ്പം ബോർഡ് അല്ലെങ്കിൽ ഈ പറയുന്ന മെറ്റീരിയൽസിനോടുള്ളതുപോലെ നമ്മളിപ്പം ടെക്നോളജിയുടെ പൂർണ്ണമായിട്ടും ഇതുള്ള ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി അത് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ചില എക്സ്പ്രഷന് വേണ്ടിയിട്ട് അത് സെലക്ട് ചെയ്യും. അപ്പോൾ അത് ഞാൻ കമൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ശരിക്കും പൂർണ്ണമാക്കിയില്ല എന്നാണ് ഇപ്പോൾ ഈ ചോദ്യത്തിൻ്റെ എക്സ്റ്റൻഷനിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ മരത്തിൻ്റെ ഒരു സമ്പ്രദായം അങ്ങനെയാണ് വരുന്നത്. പക്ഷേ അതേ സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്ന മീഡിയം എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയാണ്. അപ്പോൾ ഞാൻ ധാരാളം ഈ എന്താ പറയുക, ഈ ട്രാൻസ്പെറൻസീസ് ഷൂട്ട് ചെയ്യായിരുന്നു. ആ ട്രാൻസ്പെറൻസീസ് വെച്ചുകൊണ്ട് മാനുവലി കോറസോളുകൾ ഉപയോഗിച്ചിട്ട്, കോറസോൾ ക്യൂവിൽ വെച്ചിട്ട് സൗണ്ടൊക്കെ മാനുവലിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കോറസോളിൻ്റെ പ്രൊജക്ടറിൻ്റെ ഇതൊക്കെ മാനേജ് ചെയ്തിട്ട് ഞാൻ റോ സിനിമ കാണിക്കുമായിരുന്നു ക്യാമ്പസിൽ. അപ്പോൾ അത് ചിലപ്പോൾ ധാരാവിയെക്കുറിച്ചിട്ടുള്ളൊരു ഡോക്യുമെൻ്ററി ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ബേറമ്പാടയെ കുറിച്ചിട്ടുള്ളൊരു വർക്കായിരിക്കും, അല്ലെങ്കിൽ മാഹിമിലെ ദർഗയ്ക്ക് പുറത്തിരിക്കുന്ന സ്ഥിരം ഭക്ഷണം കഴിക്കാനിരിക്കുന്ന പാവപ്പെട്ടവരുണ്ടല്ലോ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. അത് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ പോലത്തെ സാധനമാണ്. കാരണം നിങ്ങൾക്കൊരു ചാരിറ്റി നടത്തണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംവിധാനം അതിന് അതിലേക്കുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് പോലെ ഇരിക്കുന്ന. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവരെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓണർ പറയുന്നത് അവർ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും എന്നൊക്കെ പറയും. ഇപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ നാടോട്ട് പോകുന്നവരാണ്. അപ്പോൾ അവർ ഇതിലൂടെ ഇപ്പോൾ അവർ മീഡിയ അല്ലെങ്കിൽ പടം, ഇപ്പോൾ ഫോട്ടോഗ്രാഫി വാസ് ഒരു അർബൻ ഡാറ്റ കളക്ട് ചെയ്യുന്ന. കാരണം ഞാൻ തുടക്കം മുതൽ 92 മുതൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം എൻ്റെ മനസ്സിൽ വന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്തിന് ആർക്കൈവ് ചെയ്യുക
എന്നുള്ളതായിരിക്കും ആ ഒരു പീരീഡിനെ, ആ ഒരു പൊളിറ്റിക്കൽ ടൈമിനെ ആർക്കൈവ് ചെയ്യുക എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു ആർട്ട് പ്രോസസ്സ് എന്ന് ഞാൻ തീരുമാനിക്കുന്നുണ്ട്. അത് ഏത് സമയമായിക്കോട്ടെ. അപ്പോൾ അത് ആർക്കൈവ് ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോകുള്ളൂ. എൻ്റെ ഇടപെടലുകൾ ഞാൻ ആർക്കൈവ് ചെയ്യും. ഞാൻ വളരെ ഡയറക്റ്റായിട്ട് കൺവേഴ്സേഷനിൽ എൻഗേജ് ചെയ്യും. പ്രൊജക്റ്റുകളിൽ പല സാധനങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ഇപ്പം ഇത്തരം ഒരു തീരുമാനം. അപ്പോൾ ഈ സ്കെച്ച് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ ഞാനന്ന് ഫോട്ടോഗ്രാഫി ചെയ്യാം. അതിപ്പോൾ ഞാനിപ്പോൾ കറാച്ചി യാത്രയിലും എൻ്റെ മെയിൻ വർക്ക് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി. ഏതാണ്ട് ഫോട്ടോഗ്രാഫി തന്നെയല്ലേ? മെയിനായിട്ട് ഫോട്ടോഗ്രാഫിയാണ്. പിന്നെ ഒരു സമയത്ത് ഞാൻ അവസാനം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫോട്ടോഗ്രാഫിക് പ്രോജക്റ്റ് എന്ന് പറയുന്നത് 1 മാസത്തോളം സൗത്ത് ആഫ്രിക്കയിൽ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ചെയ്ത. അപ്പം ഞാൻ മണ്ടേലെ പോലെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര കാരണം അന്ന് ഭ്രാന്തായിരുന്നു ഫോട്ടോഗ്രാഫി ചെയ്യുക എന്ന് പറയുന്നതും അത് ക്യാരി ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഫോട്ടോഗ്രാഫി ആസ് എ മീഡിയ, ക്യാമറ കൊണ്ട് നടക്കാൻ പറ്റാത്ത നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നത് എനിക്ക് കൊച്ചിയിൽ വന്നതിന് ശേഷം യാത്ര, മീറ്റിങ്ങുകൾ, നമ്മൾ ചെയ്യുന്ന നമ്മുടെ സമയത്തിൻ്റെ ക്രമീകരണം മാറുകയും സ്വഭാവം മാറുകയും ഞാൻ ക്യാമറ ഒരു സൈഡിൽ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ ക്യാമറ എടുത്തിട്ടില്ല. ഓൾമോസ്റ്റ് 10 വർഷത്തോളമായിട്ട് ശരിക്കും പറഞ്ഞു ഞാൻ കിറ്റൊക്കെ അതുപോലെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫി ബ്രേക്കായി പോകുന്നൊരു സമയം. പക്ഷേ അതേ സമയത്ത് ഞാനിപ്പോൾ പറഞ്ഞ ഈ കോറസോൾ വെച്ചിട്ടുള്ള ഏർലി സിനിമയുടെ ഒരു സ്വഭാവം, പിന്നീട് ഇപ്പോൾ വുഡ് കാർവിംഗ് ഒക്കെ വരുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേ ക്യാമ്പസൊക്കെ കഴിഞ്ഞിട്ടാണ്. ആ സമയത്ത് ഞാൻ ഇൻസ്റ്റലേഷനുകളിൽ ഭയങ്കര ഒരു ഒബ്സഷൻ ഉണ്ടായിരുന്നു എനിക്ക്, ഇൻസ്റ്റലേഷനുകൾ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ക്യാമ്പസിൽ ചെയ്ത് നെരൂദയെക്കുറിച്ചിട്ടുള്ള ഒരു വർക്കാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ ക്യാമ്പസിൽ ആ സ്റ്റുഡൻസിൻ്റെ ഇടയിലൊക്കെ നെരൂദയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു സുഖം കൂടിയുണ്ട്. അങ്ങനെ ഒരു പോയട്രി റീഡിങ് ട്രഡീഷനൊന്നും ഇല്ലാത്ത ഒരു ക്യാമ്പസ് കൂടിയാണ്. ഡ്രാമയുണ്ട്, തിയേറ്റർ ഭയങ്കര സ്ട്രോങ് ആണ്, മഹാരാഷ്ട്രീയൻ തിയേറ്റർ. പക്ഷേ ഇത്തരം സംഭവങ്ങൾ കുറവാണ്. അപ്പം അത്തരം മീഡിയകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റലേഷനെ കുറിച്ചിട്ടുള്ളൊരു ധാരണ ആ സമയത്ത് തന്നെയാണ്. ഒരു പോസ്റ്റ് 92 ബാബറി മസ്ജിദ് ഡെമോളിഷനൊക്കെ ശേഷം ഇന്ത്യൻ പൊളിറ്റിക്കൽ ആർട്ട് പ്രാക്ടീസിൽ വലിയ ഷിഫ്റ്റ് നടക്കുകയും 93, 94, 95 സമയത്ത് വിവാൻ സുന്ദരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആ ഒരു പോസ്റ്റ് ബോംബെ റൈറ്റിനൊക്കെ ശേഷമുള്ള ഇൻസ്റ്റലേഷൻ ആർട്ട് എന്ന് പറയുന്നൊരു സംഭവം ഭയങ്കരമായിട്ട് ക്യാമ്പസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അന്ന് ബൈക്കുള്ളൊരു സ്ഥലത്തും അതുപോലെ തന്നെ ജഹാംഗീറിലും ഇത്തരം എക്സിബിഷനുകൾ വരുന്നു. അപ്പോൾ ഒരു ഇൻസ്റ്റലേഷൻ ആർട്ടിൻ്റെ ഒരു വേറെ ട്രെൻഡ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. വിവാനെ പോലുള്ള ഭയങ്കര പൊളിറ്റിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ്, ഇത്തരം റാഡിക്കൽ ഹിസ്റ്ററിയൊക്കെ ഉള്ള. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പ്രാക്ടീസ് എന്ന് പറയുന്ന ആർക്കൈവ് ചെയ്യുന്നൊരു സമ്പ്രദായമാണെന്നുള്ള ഒരു വിശ്വാസമുള്ള കാരണം കൊണ്ട് അതിന് കൃത്യമായിട്ട് ഫിറ്റാവുന്ന മെറ്റീരിയൽ മരമായിരിക്കാം, ബ്രോൺസ് ആയിരിക്കാം, ഫോട്ടോഗ്രാഫി ആയിരിക്കാം, അല്ലെങ്കിൽ സിനിമ ആയിരിക്കാം, ഇപ്പോൾ ഡോക്യുമെൻ്ററി ആയിരിക്കാം, അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ ആർക്കൈവ് ചെയ്യുന്ന വേറെ പ്രോസസ്സായിരിക്കാം. അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ എൻ്റെ ഒരു വേറെ രീതിയിലുള്ളൊരു ഇപ്പോൾ ചേർപ്പ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു അപ്ബ്രിങ്ങിങ്ങിൽ നമ്മൾ കണ്ടിട്ടുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത്, കാണുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ക്യാമ്പസ് തന്നെ അന്നൊക്കെ ചേർപ്പ് CNN സ്കൂൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ 1ാം സമ്മാനവും 2ാം സമ്മാനമൊക്കെ കിട്ടുന്ന കലാസ്ഥാപനമാണ്. കാരണം ആ സ്ഥലത്തിൻ്റെ മൾട്ടി ഡിസിപ്ലിനറി ആർട്ട് പ്രാക്ടീസിൻ്റെ ഹിസ്റ്ററി ഭയങ്കരമാണ്. ഇപ്പോൾ മാപ്പിളപ്പാട്ടും ഉണ്ടാവും, അവിടെ തൊട്ടപ്പുറത്ത് കോലുവിളി ഉണ്ടാവും, അക്ഷരശ്ലോകം ഉണ്ടാവും, കഥകളി ഉണ്ടാവും, കൂടിയാട്ടം ഉണ്ടാവും. ഒരു ഭയങ്കര മിക്സാണ്. മേളമുണ്ട്, ചെണ്ടമേളമുണ്ട്, അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള. അതോടൊപ്പം തന്നെ ഇപ്പോൾ മിഴാവ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉള്ള. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് നമ്മളറിയാതെ നമ്മുടെ ചെറുപ്പകാല ജീവിതത്തിൽ ക്യാമ്പസിൽ നിന്നും നമ്മൾ ജീവിച്ച പരിസരത്തു നിന്നൊക്കെ പഠിച്ചെടുക്കുന്നു. അത് പിന്നീട് എൻ്റെ വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ബിനാലയുടെ സമയത്തായാലും ഒരു പ്രോഗ്രാം ഡയറക്ടറായിട്ട് വരുന്ന സമയത്ത് മറ്റ് ബിനാലകളെ അപേക്ഷിച്ചിട്ട് ഇൻസ്റ്റലേഷൻ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. മലയാളിക്ക് കാര്യമായിട്ട് പരിചയപ്പെടുത്തിയതും അത്തരം സന്ദർഭങ്ങളിലാണ്. അതെ, ഒരു ആർട്ട് എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിൻ്റെ പെർസെപ്ഷൻ മാറ്റുന്നുണ്ടല്ലോ. ഇത് നമ്മൾ വെറുതെ രവിവർമ്മയുടെ പെയിൻറ്റിങ് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങളുണ്ട് എന്നുള്ളത്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ടൊരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ആ ഇവൻറ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഒരു പ്രോഗ്രാമിങ്ങിലൂടെ ഒരു ഗ്ലോബൽ അറ്റൻഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രാക്ടീസിനെ മൾട്ടി ഡിസിപ്ലിനറി ആക്കിയാലേ കേരളം പോലുള്ളൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ ആക്കുമ്പോൾ കേരളം പോലുള്ളൊരു സ്ഥലത്ത്, ഞാൻ അതിൻ്റെ അഡ്വാൻറ്റേജാണ് പറയുന്നത്, അല്ലാതെ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പോസിബിലിറ്റി അല്ല. ഓൾറെഡി എക്സിസ്റ്റിംഗ് കേരളത്തിൽ ഇത്തരം മൾട്ടി ഡിസിപ്ലിനറി സൈറ്റിൻ്റെ ഫ്ലറിഷ് ഉള്ളതാണ്. അതൊക്കെ വിത്തൊക്കെ ഇട്ടിട്ടുണ്ട് പല സമയത്തും പലരും.
പക്ഷെ അതിനെ നമ്മളൊന്ന് ഇങ്ങനെ വാട്ടർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന സാധനം ശരിക്കും പിന്നാലെ ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ അത് വരുന്നതും ഇതുപോലെ തന്നെ നമ്മൾ ഇത്തരം സമ്പ്രദായങ്ങളിലുള്ള വിശ്വാസവും അതുണ്ടായത് കൊണ്ടായിരിക്കാം ശരിക്കും. നേരത്തെ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറഞ്ഞല്ലോ, ഇപ്പോൾ പോർട്രേറ്റ്സ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളെ ഈ ലേബറേഴ്സിൻ്റെ അല്ലെങ്കിൽ പല ദേശങ്ങളിലുള്ള ആൾക്കാരുടെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും ഒരു സാമ്പ്രദായികമായ ഒരു പോർട്രേച്ചർ സ്റ്റൈലിലല്ല, അതിനൊരു ഹൈപ്പർ റിയൽ സാധനമാക്കിയിട്ട് അതിൻ്റെ അകത്ത് അതൊരു പോർട്രേറ്റ് തന്നെ വളരെയധികം മൂഡുകളും സംഗതികളും ഒക്കെ വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ആ ഫോട്ടോഗ്രാഫിനെ തന്നെ ഒന്ന് വേറെ രീതിയാക്കി മാറ്റുന്ന ഒരു സമ്പ്രദായമല്ലേ? ഓ, അത് ശരിക്കും പറഞ്ഞപ്പോൾ ജെ സ്കൂൾ ഓഫ് ആർട്ടിന് ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു, ഒരു പോർട്രേറ്റ് ട്രഡീഷൻ. അതായിരിക്കും എപ്പോഴും ഫുൾ ബോഡി വരയ്ക്കുക, പിന്നെ വരയ്ക്കുന്നതിൽ വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. വളരെ ട്രഡീഷണൽ ആയിരിക്കും. അത് 5-6 ലെയർ ഉണ്ടായിരിക്കും, ചെയ്യുന്ന സമയമുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ചെയ്തിരുന്ന അന്ന് തുടക്കത്തിൽ ചെയ്തിരുന്ന വർക്കുകളിൽ തുടക്കത്തിൽ ഉപയോഗിച്ചിരുന്നത് ഈ സർഫസ്, നമ്മളിപ്പോൾ ഒരു ടെലിവിഷൻ സ്ക്രീൻ ഉണ്ടല്ലോ. അപ്പം അന്ന് അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ നാൻസി അഡജാനിയൊക്കെ അന്ന് ആ സമയത്ത് എൻ്റെ വർക്കുകളായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് അവർ ടെർമിനോളജി ഉപയോഗിച്ചിട്ടുണ്ട്, മീഡിയാറ്റിക് റിയലിസം എന്ന് പറഞ്ഞിട്ട് എൻ്റെ വർക്കിൽ കാണുന്ന ഒരു സ്വഭാവം. അത് കാരണം ഞാൻ അന്ന് ഭയങ്കരമായിട്ട് ടെലിവിഷൻ കാണാമായിരുന്നു, ഇൻ്റർനാഷണൽ മീഡിയ, ന്യൂസ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സർക്കിളിലുണ്ട് ആ ഒരു ടെലിവിഷൻ ഒരു സർഫസിൻ്റെ ഒരു സ്വഭാവം. പക്ഷെ അതിന് മുമ്പ് ചെയ്ത വർക്കുകളിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ അൺകണ്ടീഷണൽ എന്ന് പറയുന്ന ആദ്യത്തെ സോളോ ഷോയിൽ, അതിനുശേഷം ബാംഗ്ലൂർ ചെയ്ത പ്രൊജക്റ്റുകളിൽ ആംബുലൻസ് എന്ന് പറഞ്ഞിട്ട് ഷോ ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂരിൻ്റെ ഇനീഷ്യൽ ഷോസാണ് ആദ്യകാലത്തുള്ളത്. അപ്പോൾ അതിലൊക്കെ കാണുന്ന ഇമേജ് ശരിക്കും പറഞ്ഞാൽ ഒരു ടെലിവിഷൻ സർഫസ് ആണ്. കാരണം ചിലപ്പോൾ കോൺടോസ് ഒക്കെ ഉണ്ടാവില്ല, ചിലപ്പോൾ ഇപ്പോൾ ഇവിടത്തേക്ക് ഈ ഒരു മുഖത്തിൻ്റെ ഒരു പാച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ കളറായിരിക്കും. കാരണം അങ്ങനെയാണ് നമ്മൾ. പിന്നെ അതിൻ്റെ ഗ്രെയിൻസും സ്വഭാവങ്ങളും ആദ്യകാല ടെലിവിഷനിൽ ഒരു പ്രീ HD ഇറയിലൊക്കെയുള്ള ടെലിവിഷൻ ഇമേജറിയുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, പിക്സലേറ്റഡ് ആയിട്ടുള്ള ഒരു പഴയ, അത് എൻ്റെ വർക്കിൽ ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ അത് പക്ഷേ ഞാൻ അന്ന് ഉപയോഗിച്ചിരുന്ന, അതിന് ക്രിയേറ്റ് ചെയ്തിരുന്ന ഇമേജ് മെറ്റീരിയൽ എന്നെ ഭയങ്കരമായിട്ട് ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ചിരുന്നത് ഇനാമൽ പെയിൻറ്റും പൂസൈനൊക്കെ ഉപയോഗിച്ചിരുന്ന ആർട്ട് പൗഡർ പിഗ്മെൻറ്റുകളാണ്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എന്താ പറയുക, ബ്രീത്തിങ് പ്രോബ്ലം വന്നിട്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ് മെറ്റീരിയൽ ഒഴിവാക്കിയിട്ട് ഞാൻ ജെന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷമാണ് ഓയിൽ ഭയങ്കര സീരിയസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഓയിൽ പെയിൻറ്റിങ് ഞാൻ ചെയ്യുന്നതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്വഭാവം കിട്ടുന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ വർക്ക് സിംഗിൾ ലെയറാണ്, ഒരൊറ്റ ലെയർ, എന്നിട്ട് അത് മെർജ് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 6x4 ചെയ്യാൻ എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഈ വർക്ക് ചാലഞ്ച് ചെയ്യുന്നുണ്ട് ഒരു പ്രോസസ്സിലൂടെ, അല്ലെങ്കിൽ അതിന് വേണ്ടിയ ഒരു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ മാനുവലി എങ്ങനെയാണ് ഒരു സർഫസിലൂടെ നമ്മളൊരു ഇമേജ് വരയ്ക്കാൻ തീരുമാനിച്ചത്, അത് പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ അത് മേർജ് ആവില്ല. ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ ജസ്റ്റ് ഒന്ന് ഒലിക്കും, പിന്നെ അത് ബ്രഷിൽ പിടിക്കില്ല, സോഫ്റ്റ് ഇതിൽ. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിലേക്ക് പോകുന്നു. വലിയ ഇമേജറികൾ ചെയ്യുന്നു, വലിയ പാച്ചുകളാവുന്നു. അപ്പോൾ ഈ നെറ്റി എന്നൊക്കെ പറയുന്നത് 3 ടോണൊക്കെ ഉണ്ടാവും. 3 ടോണേ നമുക്ക് തോന്നുള്ളൂ, പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ thousands of ടോൺസ് ഉണ്ടായിരിക്കും. കാരണം ഒരു ഡാർക്ക് കളറും അതിൻ്റെ, പക്ഷേ അത് ബ്രഷ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ അത് എനിക്ക് ഇപ്പോഴും ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റൈൽ അതൊക്കെ തന്നെയാണ് പോർട്രേറ്റിൻ്റെ ഒരു കാര്യത്തിൽ. അപ്പോൾ അതിൻ്റെ അന്നൊക്കെ ഞാൻ ചെയ്തിരുന്ന ചില ഫോട്ടോഗ്രാഫിക് പ്രോജക്റ്റുകളുടെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായി. ഗ്രാസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഗരാജിൽ പണിയെടുക്കുന്ന പിള്ളേരെ, അപ്പോൾ അന്ന് എൻ്റെ ഓട്ടോമൊബൈൽ ഗരാജിലാണ് എൻ്റെ സ്കൾപ്ചർ സ്റ്റുഡിയോ, ഇപ്പോഴും അവിടെ തന്നെയാണ്, പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു അത്. അപ്പോൾ ഈ ഗ്രാസ് എന്ന് പറഞ്ഞ ഷോയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഒരു മൈഗ്രൻ്റ് ലേബറുടെ ഒരു ലൈഫ്, അവരുടെ ഒരു മാർക്ക് ഉണ്ടല്ലോ, വളരെ നെഗ്ലിജിബിൾ ആയിരിക്കുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത്. അവർ പണിയെടുക്കുന്നു, അങ്ങനെയാണ് ജീവിക്കുന്നു, മരിക്കുന്നു, നത്തിങ് എൽസ്. അവരുടെ സ്കില്ല്, ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോമൊബൈൽ ഹിസ്റ്ററിയിൽ മാത്രം ബേസിക്കായിട്ട് നിൽക്കുന്നതാണ്. ആ ഒരു ലേബർ ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഒരു ലേബർ ഫോഴ്സിൻ്റെ ഒരു എക്കോണമി ഉണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെയിൻറ്റിങ്ങിലുണ്ട് ആ ഒരു എക്കോണമി. ഭയങ്കര ചുരുങ്ങിയ കളർ കൊണ്ടൊക്കെ വരയ്ക്കുന്ന, വളരെ സോഫ്റ്റായിട്ട് വരച്ചെടുക്കുന്ന അപ്പോൾ ആ പല സംഭവങ്ങളും ഉണ്ട് അത്. അപ്പോൾ ഞാനത് ആ എക്കോണമി പറയാനുള്ള കാരണം അന്ന് ഞാൻ എൻജോയ് ചെയ്തിരുന്ന സർഫസിൽ ഞാനത് വരയ്ക്കുമ്പോൾ അവരുടെ ഇമോഷനിലുണ്ട്, അവരുടെ അവസ്ഥകളിലുണ്ട്, അവരുടെ കണ്ണുകളിലുണ്ട് ആ ഒരു ആസ്പിറേഷണൽ സംഭവം.
ഇൻ കോൺട്രാസ്റ്റ് ഇന്ന് ഞാൻ ചെയ്യുന്ന വർക്കുകളിൽ ഉപയോഗിക്കുന്ന ഓട്ടോമോട്ടീവ് പെയിൻ്റ് ഉണ്ടല്ലോ, അത് വരുന്നത് അവരുടെ ആസ്പിറേഷനിൽ നിന്നാണ്. ആ ആസ്പിറേഷൻ നമ്മളിപ്പോൾ സോഷ്യൽ സ്പേസിൽ കാണുന്ന കളറ് എന്നുള്ള രീതിയിൽ നമ്മളൊരു ആർട്ടിൽ ഒരു പിഗ്മെൻറ്റിനെ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിനെ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓയിൽ പെയിൻറ്റിൻ്റെ മറ്റേ അറ്റം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് വർക്കിൽ. അത് ഓട്ടോമോട്ടീവ് പെയിൻ്റാണ്. അതൊരു സർഫസാണ്, ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ തൊടുന്ന സർഫസാണ്, ഏറ്റവും കൂടുതൽ നമ്മുടെ മുമ്പിൽ മൂവ് ചെയ്യുന്ന സർഫസാണ്. പിന്നെ ഓട്ടോമോട്ടീവ് ഡിഫറെൻറ്റ് കളേഴ്സ് വെഹിക്കിൾസ് മൂവ്. അപ്പോൾ പക്ഷേ അതിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നമുക്ക് ഡേ ടു ഡേ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ പോളിഷ് ചെയ്യുന്ന തിളക്കുന്ന നമ്മുടെ ഒരു ആസ്പിറേഷണൽ സിമ്പിളായിട്ട് പിന്നീട് മാറിയ ആ ഒരു, അപ്പോൾ ആ കുട്ടികളുടെ സാധനം ഉണ്ട് അതിൽ. പിന്നെ അതിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ വൈറ്റാണ് ഇപ്പോൾ കൂടുതൽ അത്തരം വർക്കുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹിസ്റ്ററി ഞാൻ കണക്ട് ചെയ്യാണ് മെറ്റീരിയൽ വൈസ്. ഇപ്പോൾ ഒരു സമയത്തൊക്കെ ഈ പോളിക്രോമാറ്റിക് ആയിരുന്ന ഇപ്പോൾ ശില്പങ്ങൾ ഒരു വെസ്റ്റേൺ ഒരു കാലഘട്ടത്തിൽ ചിരണ്ടിയിട്ട് അത് മോണോക്രോമാറ്റിക് ആക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ വർക്കിൽ ആ ഒരു ഹിസ്റ്ററി ആസ് എ റെഫറൻസ് നമ്മളെടുത്ത് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചരിത്രത്തിലെ ഈ സന്നിഗ്ധ ഘട്ടങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ ഒരു സംസാരിക്കാമെന്നുള്ള ആ ഒരു നമ്മളിപ്പോഴും കാണുന്നത് അത് തന്നെയാണ്. നമ്മളിപ്പോഴും നമ്മുടെ പോളിക്രോമാറ്റിക് ആയിട്ടുള്ളൊരു സൊസൈറ്റിയെ ചിരണ്ടി ഒരു മോണോക്രോമാറ്റിക് ആക്കുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്, വെളുപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ആണ് ആ ഒരു ഇപ്പോൾ ഒരു വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് മൈഗ്രൻ്റ് ലേബറേഴ്സായിട്ട് വരുന്ന കുട്ടികൾ അവരേറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കളർ കൂടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അവർ കാറ് ചിരണ്ടുന്നതും അവർ സ്ക്രാച്ച് ചെയ്യുന്നതും അവർ പുട്ടിയിടുന്നതും ലാമ്പിയിടുന്നതും ഉരയ്ക്കുന്നതും അണ്ടർ കോട്ട് അടിക്കുന്നതും എല്ലാം ഈ കളറാണ്, അവരുടെ കളറാണത്. ശരിക്കും പറഞ്ഞാൽ ഓട്ടോമോട്ടീവിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു അർബൻ സ്പേസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ലേബർ ഫോഴ്സിൻ്റെ കളറാണ്, ഒരു ഇന്ത്യൻ ആസ്പിറേഷൻ്റെ കളറാണത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു മെറ്റീരിയലിലൂടെ നമുക്ക് ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ട് നമുക്കൊരു സോഷ്യൽ ഡൈസെക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നത്. കാരണം ഒരു ക്രിട്ടിക്കൽ ഡിസ്കോഴ്സിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അടുത്തൊരു ആർട്ട് ഹിസ്റ്റോറിയൻ ഞാൻ ചോദിച്ചിട്ടില്ല. അത് കാരണം താങ്ക്സ് ഫോർ ദാറ്റ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ നേരത്തെ സംസാരിച്ച് വരുമ്പോഴേ ഈ ആർക്കൈവിങ് അവർ സെൽസ് എന്നുള്ളൊരു ഏരിയ പറയുന്നുണ്ട്. അതായത് മാത്രമല്ല ആർക്കൈവിങ് ഫോർ ദ ഫ്യൂച്ചർ എന്നുള്ള രീതിയിലുള്ള ഒരു യാത്രകളാണ് എല്ലാം നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബിനാലയിൽ നമ്മൾ കണ്ടു, ഉരുവിലുണ്ട്, ആഴി പ്രോജക്റ്റിലുണ്ട്, എന്തിന് കൊണ്ടോട്ടി ഫെസ്റ്റിവലിൽ പോലും നമ്മൾ അത്തരം ആർക്കൈവിങ് സംരംഭങ്ങളായിട്ടാണ് ഇതിനൊക്കെ കാണുന്നത്. മാത്രമല്ല ഈ ഇന്ത്യയുടെ ഹിസ്റ്ററീനെ പലതരത്തിൽ പല സമയത്ത് പറയുന്നുണ്ട്. അതായത് ഇപ്പം മുഗൾ പീരീഡിൻ്റെ മുമ്പുള്ള ഇത് പറയുകയാണെങ്കിൽ ഇപ്പം ഹാരപ്പൻ അവസ്ഥ, പിന്നെ ഈ ഗുപ്ത അശോകനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഇത് വരുമ്പോഴേ ഒരു ഹിസ്റ്ററിയിലും ഭയങ്കരമായിട്ടുള്ള താല്പര്യം അതിൻ്റെ കൂടെ നടക്കുക എന്നുള്ള ഒരു സ്വഭാവം ആർട്ടിൽ പൊതുവെ പുലർത്തുന്നുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിങ്ങും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ചോദ്യം ഓപ്പൺ അപ്പ് ചെയ്യുന്ന സൈറ്റ് എന്ന് പറയുന്നത്. ഞാനൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെയും പഠന ഏരിയയാണ്. കാരണം ഞാൻ അങ്ങനെ എൻ്റെ ചെറുപ്പകാലത്തൊന്നും അങ്ങനെ അധികം ഭയങ്കരമായിട്ട് വിപുലമായിട്ട് വായിക്കുകയോ അത്തരം വലിയ വായനാശീലമോ പഠനമോ, നമ്മൾ സാധാരണ ഒരു വിദ്യാർത്ഥിയെ പോലെ വളരുന്നു, പക്ഷേ ഈ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ചില അനുഭവങ്ങളും സംഭവങ്ങളും ആ ഒരു സമ്പത്തും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കല പഠിക്കാൻ വേണ്ടിയിട്ട്, കല പഠിക്കാൻ എന്ന് പോലും പറയാൻ പറ്റില്ല, നമ്മൾ ടെക്സ്റ്റൈൽ പഠിക്കാൻ വരുന്നത്. പക്ഷേ എൻ്റെ ലൈഫിലുണ്ടാകുന്ന ട്വിസ്റ്റ് എന്നെ ആ വിഷയത്തിലേക്ക്, നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലേക്ക് ആവശ്യമുള്ള ആ ഒരു ഹിസ്റ്റോറിസിറ്റി ഉണ്ടല്ലോ, എല്ലാറ്റിനും ഒരു സമയവും കാലഘടനയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പല സമയത്തും ഈ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വർക്കിൽ ഉപയോഗിക്കുന്ന ഇമേജറികളുടെ അതിൻ്റെ ഹിസ്റ്റോറിസിറ്റി, അതിൻ്റെ സോഷ്യൽ റെലവൻസ്, അതിൻ്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ, കോൺട്രവേഴ്ഷ്യൽ പോസിബിലിറ്റീസ്, ഇതൊക്കെ നമ്മൾ ചില സമയത്ത്, ഇപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് അയ്യൂബ് ചൗധരി, വളരെ അറിയപ്പെടുന്ന അഡ്വക്കേറ്റാണ് അദ്ദേഹം. പ്രത്യേകിച്ച് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് അഗെയിൻസ്റ്റ് ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ 2018
ഈ ഹോളി ഷിവർ എന്ന് പറയുന്ന എക്സിബിഷനിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ ആർട്ട് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് ഞാൻ ആദ്യമായിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ. അപ്പോൾ അതിൻ്റെ കൺസൾട്ടേഷൻ്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞ ഈ ഇഷ്യൂസാണ്. അത് ലീഗലി ഇത്തരം പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട സംഭവങ്ങൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്ര ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു മേഖല തന്നെയാണ് നമ്മൾ ഈ പൊളിറ്റിക്കൽ ആർട്ട് പ്രാക്ടീസിൽ ചില സമയത്തുള്ളത്. അപ്പോൾ ഈ ഹോളി ഷിവർ പ്രോജക്റ്റ് അന്ന് ചെയ്യുന്നത് ഇന്ത്യയിൽ അന്ന് നമ്മൾ ഒരു സമയത്ത് വളരെ ക്രൂരമെന്ന് തോന്നിയിരുന്ന പല ഇൻസിഡൻറ്റുകളും, ഇപ്പോൾ ലിഞ്ചിങ് എന്ന് വിളിക്കാവുന്ന വളരെ പ്രോഗ്രാംഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഇന്ത്യയുടെ പല വിവിധ ഭാഗങ്ങളിൽ, അത് ദളിതർ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആക്രമണങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റു മുസ്ലിം മൈനോറിറ്റി അല്ലെങ്കിൽ നമ്മൾക്ക് എടുത്തു പറയാവുന്ന ചില ഇഷ്യൂകളുമായിട്ട് കണക്റ്റഡ് ആയിട്ടായിക്കോട്ടെ. പക്ഷേ എനിക്കതിനെ അഡ്രസ്സ് ചെയ്യണമെന്ന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഹോളി ഷിവർ എന്ന് പറയുന്ന ടെർമിനോളജിയിലെത്തുകയും അതൊരു ഓസ്ട്രിയൻ സുവോളജിസ്റ്റിൻ്റെ ഒരു തിയറി ബേസ് ചെയ്തുകൊണ്ട്, കാരണം നിങ്ങളൊരു സമൂഹത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എതിർ നിൽക്കുന്നവരെ പരാജയപ്പെടുത്തുകയും ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു സ്പൈനൽ ഇതിൽ നിങ്ങൾക്കൊരു കുളിരുണ്ടാവും. ആ കുളിരാണ് നമ്മളിന്ന് കാണുന്ന ആ ഒരു പൊളിറ്റിക്കൽ എക്സ്ട്രീം പൊസിഷനുകളെടുത്ത് വയലൻസിൽ ഏർപ്പെടുന്ന പലരും ആഘോഷിക്കുന്നത്. അപ്പോൾ അതിനെ വിളിക്കുന്നൊരു പേരാണ് ഈ ഹോളി ഷിവർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എൻ്റെ അന്നത്തെ എക്സിബിഷൻ്റെ ടൈറ്റിൽ. പക്ഷെ ഞാനതൊന്ന് ചെയ്യുന്ന സമയത്ത് ഇത്തരം ആർഗ്യുമെൻറ്റുകൾ ഞാൻ ഹോളി ഷിവർ എന്ന് പറയുന്ന ഒരു നരേറ്റീവ് വുഡ്കട്ടിലൂടെ അവതരിപ്പിക്കുന്നു. അത് പാർട്ടിഷൻ റൈറ്റ് തൊട്ട് ഇപ്പോൾ ജുനൈദിൻ്റെ ഡൽഹി പ്ലാറ്റ്ഫോമിൽ നടന്ന കൊല വരെ നമ്മളതിനെ കുറച്ചൊരു ആർക്കൈവിങ് ചെയ്യുമ്പോഴും ഞാനതിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഗാന്ധി അംബേദ്കർ ഡിസ്കോഴ്സ്, ഇപ്പോൾ ദമ്മ സ്വരാജ് എന്ന് പറയുന്ന വർക്ക് ഒരു പുതിയൊരു ഡിസ്കോഴ്സ് പോസിബിലിറ്റി ആ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഡസ് വാലിയിലെ ഡാൻസിങ് ഗേൾ ഒരു സിസ്റ്റമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു എൻഗേജിങ് കൺവെർസേഷൻ ആ പ്രോജക്റ്റിലുണ്ട്. വളരെ മെയിൽ ഷോവനിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൈറ്റിൽ നിന്ന് ഭയങ്കര റെജിമെൻറ്റഡ് ആയിട്ടുള്ളൊരു സ്വഭാവമുള്ള, അതിൽ നിന്നൊരു ദേശീയ പുഷ്പം വളരുന്നുണ്ട്. അതിൻ്റെ ടൈറ്റിൽ തന്നെ അങ്ങനെയായിരുന്നു. പിന്നെ ആ പ്രൊജക്റ്റിൽ തന്നെയാണ് നമ്മുടെ പ്രിയാമ്പിൾ ഡിമിനിഷ് ചെയ്ത് പോകുന്നത്. അതിൽ തന്നെയാണ് ഈ ബിസ്മില്ല ഖാൻ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലെ മെമ്പേഴ്സിനെയൊക്കെ ഖബറടക്കിയിട്ടുള്ള ഖബർസ്ഥാനിൽ സിയാറത്ത് ചെയ്യുന്നൊരു ഇമേജ്. പക്ഷേ ആ ഒരു ഇമേജിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഒരു പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഇമേജ് ഓഫ് സെക്യുലർ, അതിന് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഒരു പെയിൻഫുൾ ട്രാൻസ്ഫോർമേഷൻ, അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഇമേജ് പോലെ തോന്നുന്ന ഒരു സാധനം. പിന്നെ അതുപോലെ തന്നെ ലാൻഡ് ക്യാപിറ്റലിൻ്റെ ഒരു സ്കാറ്റേഡ് ആയിട്ടുള്ള ഒരു ഇമേജ്, ഇങ്ങനത്തെ ഒരു നരേറ്റീവ് ഉണ്ട് ആ ഷോയിൽ. അതിൽ വരുന്ന വേറൊരു ഇമേജ് എന്ന് പറയുന്നത് ഹൈദരാബാദിലെ ക്യാമ്പസിൽ ഫാനിൽ തൂങ്ങി ആത്മഹത്യ ചെയ്ത വെമുലയുടെ ഒരു മെമ്മറിയാ 3-4 മെറ്റഫറുകളിലൂടെ, അത് ചുമരിൽ ഇരിക്കുന്ന ഫാനിലൂടെയും തൂങ്ങിക്കിടക്കുന്ന മിഡീവിയൽ ടോർച്ചർ ടൂളിലൂടെയും അങ്ങനെ മെറ്റഫറുകൾ വരുന്നുണ്ട്. പക്ഷെ അതിൽ പ്രധാനമായിട്ട് ഞാൻ അന്ന് ആ ഷോയിൽ അവതരിപ്പിച്ചൊരു സംഭവം എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക് മൊമെൻ്റാണ്. അത് അംബേദ്കറും അതുപോലെ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയതിന് ശേഷം നെഹ്റുവിയൻ മിനിസ്ട്രി ഒരു തീരുമാനം എടുക്കുന്നുണ്ട്, ഇത് നമുക്ക് ഭംഗിയുള്ള കലയുടെ സാന്നിധ്യമുള്ള ഡെക്കറേറ്റീവായിട്ട് ചെയ്യുന്ന കാലിഗ്രഫിയൊക്കെ ഉൾപ്പെടുന്ന നല്ലൊരു പുസ്തകമാക്കണം. അങ്ങനെ മിനിസ്ട്രിയുടെ തീരുമാനം അനുസരിച്ചിട്ട്
ഈ അന്നത്തെ വളരെ പ്രമുഖനായിരുന്ന ഒരു ട്രഡീഷൻ കൊണ്ടു കിടക്കുന്ന പ്രേം ബിഹാരി നാരായൺ റായ് സാദയെ ഏൽപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നന്ദലാൽ ബോസിൻ്റെ നേതൃത്വത്തിലുള്ള ശാന്തിനികേതനിലെ കുട്ടികൾ. അപ്പോൾ ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ഇത്തരം അട്രോസിറ്റികളെ, ഒരു ഡിസ്ക്രിമിനേറ്റീവ് പൊളിറ്റിക്സ് നിലനിൽക്കുന്ന ഒരു സമയത്ത് ഒരു വിവേചനങ്ങളും സമ്പ്രദായങ്ങളും അതുപോലെ തന്നെ ഒരു ഏകശിലാ പദ്ധതിയിലേക്ക് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഡിഫൻസായിട്ട് വരുന്ന ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എല്ലാ കാലത്തും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഞാനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പേർട്ട് അല്ലാത്ത കാരണം കൊണ്ട് എനിക്ക് അതിൽ നിന്ന് എൻ്റെ ഊർജ്ജമായിട്ട് എടുക്കാൻ പറ്റുന്നത് ഇന്ത്യൻ ഡൈവേഴ്സിറ്റി, ഇപ്പോൾ ഇൻഡസ് വാലി തൊട്ട് ഈ റിപ്പീലിൻ്റെ ഇമേജ് വരെയുള്ള ആർട്ട് വളരെ ധൈര്യത്തോടു കൂടിയിട്ട് ഇന്ത്യൻ ഡൈവേഴ്സിറ്റിയെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമ്പ്രദായമായിട്ട് എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കമല ആദ്യം പറഞ്ഞ നമ്മളെ ചില സമയത്ത് നമുക്ക് ഊർജ്ജം തരുന്ന ഒരു ഹിസ്റ്റോറിക് മൊമെൻ്റ് ആയിക്കോട്ടെ, ഒരു അറിവായിക്കോട്ടെ, നമ്മളെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിക്കോട്ടെ, ലീഗാലിറ്റി ആയിക്കോട്ടെ, അതിനെല്ലാത്തിനും റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ഒരു സംഭവം നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് എക്സിബിഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് പല എക്സിബിഷനുകളിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ആവശ്യമാണ്. ഇത്തരം ഈ റെഫറൻസുകൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഞാനിപ്പോൾ എമർജൻസി പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഞാനത് എടുത്ത് പറയുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അന്ന് ഞാൻ ചെയ്ത ആ ഷോയുടെ തന്നെ ഒരു ആർഗ്യുമെൻ്റ് അത് തന്നെയാണ്. ഇന്നും നമ്മുടെ ആർഗ്യുമെൻ്റ് അത് തന്നെയാണ്. 92 മനസ്സിൽ തോന്നിയ ആർഗ്യുമെൻ്റ് അത് തന്നെയാണ്. നമ്മളെങ്ങനെയാണ് ഈ ഒരു കോഎക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്പേസ് കണ്ടിന്യൂസ് ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു നിരന്തര പണി എന്ന് പറയുന്നത്. ഗാന്ധി അതിലെടുത്തൊരു ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഉണ്ടായ വർഗീയ കലാപം നടന്നിരുന്ന നവഖാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഗാന്ധി ഇറങ്ങിച്ചെന്നു. ആ ഇമേജറികൾ ഓർമ്മയുണ്ടല്ലോ, മറ്റേ ഖാൻ അബ്ദുൽ ഗഫാർ ഖാനൊക്കെ കൂടെ നടക്കുന്ന വലിയൊരു സംഘമായിട്ടാണ് ഈ സ്വാതന്ത്ര്യ സമര ആഘോഷവും ഒക്കെ നടക്കുന്ന സമയത്ത് ഗാന്ധി ഇതുപോലെ അട്രോസിറ്റി സൈറ്റുകൾ നടക്കുമായിരുന്നല്ലോ. ഈ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് എമർജൻസി പ്രൊവിഷൻ്റെ ടൈറ്റിലായിട്ട് ഗാന്ധി ഹിന്ദു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു റിക്കൺസിലിയേഷൻ കൺവെർസേഷൻ നടത്തുന്ന ഇമേജാണ്. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ നമുക്കെല്ലാം ഒരു ബാഡ്ജ് ഓഫ് ഓണറായിട്ടൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു ഭയങ്കര ഹിസ്റ്റോറിക് സിംബോളിക് മൊമെൻ്റാണ്. അത് ഉൾപ്പെടുത്തിയ ആ ഒരു ആർട്ട് കമ്മ്യൂണിറ്റിയുടെ ആ ഒരു സോളിഡാരിറ്റി ഉണ്ടല്ലോ, അത്തരം വിശ്വാസങ്ങളോടുള്ള അതിൻ്റെ കൂടെ നിൽക്കാനാണ് നമുക്കൊക്കെ താല്പര്യം. അത്തരം ഒരു ആ ഒരു പോസിബിൾ കൺവെർസേഷൻ. നിങ്ങൾ എത്രയും എക്സ്ട്രീം ആയിട്ടുള്ള നിങ്ങൾ എതിർക്കുന്ന ശത്രു ആയിക്കോട്ടെ, നിങ്ങളെ ഭരിക്കുന്ന സംവിധാനങ്ങളായിക്കോട്ടെ, പക്ഷേ അത് പോസിബിളാണ് എന്ന് നിങ്ങളത് ആ ഒരു എമർജൻസി പ്രൊവിഷൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ കടമ എന്ന് പറയുന്നത് അതാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഇമേജാണ്. അപ്പോൾ അതിൽ ചോദിക്കട്ടെ, അതിപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അത് പിന്നെ എനിക്ക് തോന്നുന്നത് റിയാസ് കോം അതൊരു വർക്ക് ഓഫ് ആർട്ടായിട്ടും, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബുക്ക് ഓഫ് ലോ ആണ്, പക്ഷെ അതിൻ്റെ വർക്ക് ഓഫ് ആർട്ടായിട്ട് ഭയങ്കരമായിട്ട് പല സ്ഥലത്തും അത് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ആ രൂപകത്തിനെ അല്ലേ. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 1-2 പ്രോജക്റ്റുകൾ ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടുത്തെ അഡ്വാൻസ് സ്റ്റഡി സ്റ്റുഡൻസിന് എൻ്റെ തന്നെ എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു സീനിയർ സ്കോളറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ കൊലാബറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സാധാരണ നിലനിൽക്കുന്ന ഒരു റിവൈവലിസ്റ്റ് പ്രോജക്റ്റ് ആണെന്നുള്ള ഒരു ക്രിട്ടിക്കുണ്ട്. അതിനെ നമ്മളെങ്ങനെ വേറൊരു രീതിയിൽ കുറച്ചും കൂടി ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള വിഷ്വൽ ഡോക്യുമെൻ്റ് ആക്കി മാറ്റാമെന്നുള്ളത് നമുക്ക് പാരലലി ചെയ്യാമല്ലോ. ആ പ്രോജക്റ്റിൻ്റെ ഒരു തുടക്കം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടാണ് തുടങ്ങിയത്. കോഴിക്കോട് കാരപ്പറമ്പ് സ്കൂളിൽ ഈ ആംഫി തിയേറ്ററിൻ്റെ ചുമരിൽ അത് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ അന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 1 ഡേ വർക്ക്ഷോപ്പ് പോലെ ചെയ്ത കാരണം കൊണ്ട് ഉൾപ്പെടുത്തിയ അന്ന് വരയ്ക്കാൻ ആ ഒരു സമയം കൊണ്ട് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളനുസരിച്ചിട്ട് നെഹ്റു ഉണ്ട് അതിൽ. നെഹ്റു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇമേജറികളിലില്ല, അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷൻ വരച്ച ഇമേജറികളിലില്ല, അതുപോലെ തന്നെ ഡാൻസിങ് ഗേളില്ല, വളരെ സിംബോളിക് ആയിട്ടുള്ള ഒരു ദ ഇമേജ് ഓഫ് കോൺഫിഡൻസ് എന്നൊക്കെ മറ്റേ ഇപ്പോൾ നമൻ നഹൂജിയൊക്കെ സംസാരിക്കുന്ന ഇമേജ് അതിലില്ല.
ഐ തിങ്ക് ദേ ഫോർ ഐ ആം എന്ന് പറഞ്ഞിട്ട് ഒരു എക്സിബിഷൻ, എൻ്റെ ടൈറ്റിൽ തന്നെ അതാണ്. അപ്പോൾ അത് അത്തരം സംഭവങ്ങൾ അതുകൊണ്ടാണ് ഉൾപ്പെടുത്തുന്നത്. പിന്നെ നന്ദലാൽ ബോസിൻ്റെ പോർട്രേറ്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു വ്യത്യസ്തമായിട്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഹോർത്തസ് മലബാറിക്കസ്, ബയോ ഡൈവേഴ്സിറ്റി സിംബോളിസമാണ്. കാരണം ചില സംസ്കാരങ്ങൾ നമ്മുടെ ഇടയിൽ വന്നിട്ട് ആർക്കൈവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ചില സംഭവങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് മലയാളിക്ക് ചെറിഷ് ചെയ്യാവുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഹോർത്തസ് മലബാറിക്കസ് ആണ്. നമ്മുടെയാണത്, നമ്മുടെ ഒരു ചർച്ച ചെയ്തെടുക്കാൻ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും വളരെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടുള്ളതാണ്. വാൻ റീഡിൻ്റെ ഒരു പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ഡച്ച് പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു നോളേജ് ആർക്കൈവിങ് സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇന്ന് പോലും നമ്മുടെ പല പ്രധാനപ്പെട്ട സ്കോളേഴ്സും ഇപ്പോൾ ലേഡൻ യൂണിവേഴ്സിറ്റി അങ്ങനത്തെ യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ അങ്ങനത്തെ ഒരു നമുക്കില്ലാത്തൊരു സംഭവം അതാണ്. നമുക്ക് നമ്മുടെ ആർക്കൈവുകൾ സൂക്ഷിച്ചു വയ്ക്കുന്ന, നമ്മുടെ ഹിസ്റ്ററി ഡോക്യുമെൻ്റ് ചെയ്യുന്ന സ്വഭാവം നമുക്ക് വളരെ കുറവാണ്. ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ചില സംഭവങ്ങളുണ്ട്.